ഇപ്പൊ എന്താ പറയാ ഒരേ വൈബും മ്യൂസിക് അണ്ടർസ്റ്റാൻഡിങ് അബീനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് മാട്രിമോണി വഴിയാണ്. മാട്രിമോണിയിൽ ഞങ്ങൾ നോർമലായിട്ടുള്ളൊരു രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കോണ്ടാക്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, അമ്മയുടെ നമ്പർ തരണം എന്നും പറഞ്ഞ്. അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പം എന്നോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ടിപ്പിക്കൽ പെണ്ണ് കാണൽ പരിപാടി അറേഞ്ച് മാരേജിനോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ എനിക്ക് സംസാരിച്ച് ഓക്കെ ആകണം, നല്ല ഒരാളായിരിക്കണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൽ ഈഗോ ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു പ്യുവർ സോളായിരിക്കണം എന്നുണ്ട്. ഞങ്ങൾ പരസ്പരം സംസാരിച്ച് പറഞ്ഞു നമുക്കൊരു ദിവസം നേരിട്ട് കാണാം. ഫോണിൽ കൂടെ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ. ആർദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും മതിയാവില്ല, അത്രത്തോളം പറയാനുണ്ട്. ഞങ്ങൾ ആദ്യം മാട്രിമോണി വഴിയാണ് കണക്ട് ആയത്. പിന്നെ അതിനുശേഷം വീട്ടുകാരറിയാതെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മീറ്റ് ചെയ്തു. തമ്പാനൂര് വെച്ചാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സൈഡിലൊരു കടയിൽ മസാല ദോശയൊക്കെ കഴിക്കാൻ പോയി. അവിടുന്ന് നേരെ കനകക്കുന്ന് പാലസിൽ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, അവിടെ സംസാരിച്ചു. അങ്ങനെ പരസ്പരം ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ച ആളെ അല്ലായിരുന്നു. എൻ്റെ വൈബിന് പറ്റിയ ആളാണെന്ന് എനിക്ക് അവൾക്കും തോന്നി, എനിക്കും തോന്നി. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത സ്റ്റെപ്പായ പെണ്ണ് കാണലുന്ന ആ ഒരു ഇതിലേക്ക് കടന്നു. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരേ ക്യാരക്ടറും ഒരേ ഇതൊന്നും അല്ല, ഒരേ ഇഷ്ടങ്ങളൊന്നും അല്ല. ഓപ്പോസിറ്റ്. എനിക്ക് ഇഷ്ടമുള്ള സാധനം അല്ല അബിക്ക് ഇഷ്ടമുള്ളതൊന്നും അല്ല എനിക്ക്. പക്ഷെ ഞങ്ങൾ തമ്മിൽ എന്താന്നറിയില്ല, ഭയങ്കര കണക്ഷനാ, ഭയങ്കര പെട്ടെന്ന് സിംഗർ. തിരുവനന്തപുരത്ത് മീറ്റ് ചെയ്തപ്പോ അന്നാണ് ഫസ്റ്റ് കാണുന്നത്. കണ്ടപ്പോ തന്നെ നമ്മള് ആദ്യമായിട്ട് കണ്ടപ്പോ ഇങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നു. അത്രയും പെട്ടെന്ന് സിങ്കായി, അത്രയും കണക്ഷൻ. എന്തോ ഇതായിരിക്കും നമ്മുടെ സോൾമേറ്റ് എന്നുള്ള ആ ഒരു ഇത് ഫീൽ കിട്ടി. അപ്പൊ എനിക്ക് ഇതുപോലെ ഒരാളെ എനിക്ക് കിട്ടുമെന്ന് തോന്നിയില്ല. ആ ഒരു ടൈം ആയപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. ഏറെ നാളായി കാത്തിരുന്ന എൻ്റെ മകൻ്റെ കല്യാണമായി. ഒരു നല്ലൊരു പെൺകുട്ടിയാണ് കിട്ടിയത്. നല്ല നർത്തകിയാണ് അവൾ, നല്ല പാട്ട് പാടും. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു കലാകുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ അധികം സന്തുഷ്ടരാണ്. తెల్లవారే వెలుగురే కలా పచ్చ పచ్చ పచ్చి మట్టి బొమ్మల అల్లి బిల్లి వెన్న పాల నురగల అచ్చ తెలుగు ఇంటి పూల కొమ్మల. അപ്പോൾ ജിത്തുവിനെ പറ്റിയും ശ്രീകുട്ടിനെ പറ്റിയും പറയുകയാണെങ്കിൽ രണ്ടുപേരും പോളാർ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ജിത്തു ആണെങ്കിൽ ഒരു കാം ടൈപ്പാണ്, ശ്രീകുട്ടി ഫുൾ ഓഫ് എനർജി. അപ്പോൾ രണ്ടുപേരും അവരെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതം ബ്യൂട്ടിഫുൾ ആവട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളെ ഏറ്റവും വലിയ ചുരുക്കുടുക്കുകയായിരുന്നു ഞങ്ങളുടെ ആർദ്ര. അതെ, അപ്പം ഞങ്ങൾ വിഷ് ചെയ്യുന്നു അംജിത്തിന്റെ ലൈഫിലെ ഒരു ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ഹാപ്പിനെസിന്റെയും കാരണമാവട്ടെ. സോ വിഷ് ദം ബോത്ത് ഹാപ്പി മാരീഡ് ലൈഫ്. కదిరే మెడలో తాళవన ప్రతి నిమిషం ఆయుధునే పెంచైనా కునుకప్పుడు కుదిరే నీ కన్నులలోన కలలన్నీ కాటుకనై చదివేనా చిన్ని నవ్వు చాలే నంగ నాచి కూనాముల్లో కాలు మింగే మూతి ముడుపు దానా. ഞങ്ങള് ഒത്തിരി നാളെ കാത്തിരുന്ന് കല്യാണം എത്തിയിരിക്കുന്നതാണ്. ജിത്തുസിന്റെ ബിഗ് ഡേ. സത്യത്തിൽ രണ്ടുപേരും നല്ല മാച്ചാണ്. ഞങ്ങളുടെ കസിൻസ് കുറെ പേരുണ്ട്, പക്ഷെ ആരും വരാൻ പറ്റിയിട്ടില്ല, എല്ലാവരും വെളിയിലാണ്. പക്ഷെ അവരെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്.
ശരിക്കും വരാൻ പറ്റാത്തതിന് വിഷമമുണ്ട്. പക്ഷെ ഞങ്ങൾ അതിന്റെ പ്രസൻസ് തീർക്കുന്നുണ്ട്. నా ఊరేగింది నువ్వమ్మా నా బ్రహ్మచర్యం బాకీ చెరిపేసిందమ్మా ഇത്രയും നാളെ ഞങ്ങൾ ആർദ്രയുടെ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് ഈ ഒരു ഡേറ്റ് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇന്നാണ് ശരിക്കും മനസ്സിലായി ഇനി എത്ര നമ്മൾ അവളെ മിസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം. അൽത്തയുടെ പര്യായമാണ് ചേട്ടാ. അതൊക്കെ എടുക്കണണ്ടാ ചേട്ടാ, എടുക്കണണ്ടാ. ఎంత అదృష్టం నాదేనంటూ పగబట్టిందే నాపై జగమంతా నచ్చిందమ్మా 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 జన్మ నీలో సగమై బ్రతికే భాగ్యం నాదమ్మా അപ്പോ ആർദ്രയ്ക്കും അഭിക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ചേട്ടനും ചേച്ചിക്കും ഹാപ്പി മാരീഡ് ലൈഫ്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. తెల్ల తెల్లవారే వెలుగు రేఖలా పచ్చ పచ్చ పచ్చి మట్టి బొమ్మలా అల్లి బిల్లి రన్న పాల నగలా అచ్చ తెలుగు ఇంటి పూల కొమ్మలా ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ല, മാട്രിമോണിന്ന് സെലക്ട് ചെയ്യാൻ കാര്യം എന്താ, ഞാൻ ഇതിനു മുന്നേ സംസാരിച്ചവരൊന്നും ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരല്ലായിരുന്നു. ആ പിന്നെ ഫീച്ചർ കൂടുതലെന്നല്ല, എന്താ പറയാ, ഇന്നത്തെ ജനറേഷനിൽ ഇതുപോലെ ഒരാളെ ഇനി കിട്ടുമോ, ഇതിനി കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരാളെ ഇനി കിട്ടുമോ എന്നൊരു ഡൗട്ട് വന്നപ്പോഴാണ് എങ്കിൽ ഇത് തന്നെ എടുക്കാം, സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാർട്ടീന്ന് നേരെ ഷോപ്പ് ചെയ്തു.